ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഈശോയുടെ മുമ്പിൽ ഒരു ചോദ്യം ഉയർത്തപ്പെടുകയാണ്. ഫരീസേരുടെ ശിഷ്യന്മാരും സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ഒരു കുനിഷ്ടു പിടിച്ച ചോദ്യമാണ്. പക്ഷേ ഈശോ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. അവർ പറയാണ്, അവർ ഉപവസിക്കുക ചെയ്യും മണവാളൻ എടുക്കപ്പെടുന്ന കാലഘട്ടത്തിൽ. ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒപ്പമാണ്. ദൈവത്തിൻ്റെ ഒപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദിക്കേണ്ട ഒരു ജീവിതമാണ്, ഉപവസിക്കേണ്ട ജീവിതമല്ല, പരിത്യാഗം എടുക്കേണ്ട ജീവിതമല്ല. അത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന സന്തോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തിനാ ഉപവാസവും പരിത്യാഗമൊക്കെ? അത് ദൈവത്തോട് ഒപ്പമാകാനായിട്ട് നമ്മൾ എടുക്കുന്ന ചില പ്രാക്ടീസുകളാണ്. ഓരോ രീതിയിൽ ജീവിതത്തെ തളച്ചുകൊണ്ട് ത്യാഗങ്ങൾ എടുത്തുകൊണ്ട് പല കാര്യങ്ങൾക്കും ക്രമീകരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ക്രിസ്തു അനുഭവത്തിലേക്ക് വളരുക. ഇവിടെ ഈശോ പറയുക, ഈ ശിഷ്യന്മാർ എൻ്റെ കൂടെയാണ്, എൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മണവാളൻ എടുക്കപ്പെടുന്ന സമയമുണ്ടാവും, ഞാൻ അവരിൽ നിന്ന് മറക്കപ്പെടുന്ന സമയമുണ്ടാവും. അപ്പോൾ അവർ ഉപവസിക്കും. എന്തിനു വേണ്ടിയാണ്? വീണ്ടും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങൾ. ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾ മാത്രം പോരാ, അനുഷ്ഠാനങ്ങളുടെ ആന്തരിക അർത്ഥം തിരിച്ചറിയുവാനും അതിലൂടെ ദൈവത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, അനുഷ്ഠാനങ്ങൾക്കെല്ലാം അപ്പുറത്ത്, ആരാധനകൾക്കെല്ലാം അപ്പുറത്ത് നിന്നെ ഹൃദയത്തെ ചേർത്ത് പിടിക്കുവാനായിട്ട്, നിന്നെ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകൾ, സംരക്ഷണങ്ങളെല്ലാം നൽകണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിക്കാം.